തോണിയേറിയ തുമ്പിപ്പെണ്ണാണേ, മാവേലി തമ്പുരാന്റെ ചിങ്ങത്തേറാണേ. മിഴികൾ വിടരും പ്രണയം നുകരും ഹൃദയം നിറയും പുതിയൊരു പൂക്കാലം. കരിമലതും വിളമ്പി മലയാളം രുചി നോക്കും ഓടക്കോടിയുടുത്ത് കളിവള്ളം തുഴഞ്ഞു ചെയ്തോ മലയാളം വരവേൽക്കും തിരുവോണമേ. വർണ്ണങ്ങൾ നിറയുന്നേ, താളങ്ങൾ കേൾക്കുന്നേ, ഉണരൂ പൂവിളി പാടി തിരുവോണമേ. ദേവസ്വം ബോർഡ് ശ്രീകൃഷ്ണ കോളേജിലെ മലയാള വിഭാഗം അധ്യാപകൻ, കവി, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചലച്ചിത്ര പ്രവർത്തകൻ, അവതാരകൻ എന്നിങ്ങനെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. കേരള സർവകലാശാലയിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ PhD ബിരുദം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസർ, കേരള സർക്കാർ മലയാള മിഷൻ ഫാക്കൽറ്റി എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ഗന്ധർവ മാനസം, പുരപ്പണിയുടെ രഹസ്യങ്ങൾ, വിശ്വസങ്കല്പം മലയാള കവിതയിൽ. പുരസ്കാരങ്ങൾ കിട്ടിയത് ആശഭൂമി അവാർഡ്, PN പണിക്കർ വായനാ പുരസ്കാരം, ബഷീർ ജന്മശതാബ്ദി പ്രബന്ധ സമ്മാനം, ദേശീയ മലയാള വേദി കവിതാ അവാർഡ്, കമലജം കവിതാ പുരസ്കാരം, സുഗതകുമാരി പ്രതിഭാ പുരസ്കാരം, JN രാജൻ കവിതാ അവാർഡ്, കിളിയൂർ സാഹിത്യ പുരസ്കാരം, കാവ്യാഞ്ജലി പുരസ്കാരം, കല്ലടത്തല്ലമ്മ പുരസ്കാരം, പാർത്ഥസാരഥി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിക്ടേഴ്സ് ചാനലിൽ എന്റെ എഴുത്തുകാർ ബാലകവിതകൾ എന്നീ പരിപാടികൾ അവതരിപ്പിക്കുന്നു. ബാലകവിതകൾ എന്ന പരിപാടിക്ക് 2019 ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പരിപാടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന അവാർഡും ദേശീയ അവാർഡ് ലഭിച്ച കമൽ ചിത്രമായ സെല്ലുലോയിഡിന്റെയും വിധു വിൻസെന്റ് സംവിധാനം ചെയ്ത വിമോചനത്തിന്റെ പാട്ടുകാരുടെയും ലാംഗ്വേജ് കൺസൾട്ടന്റ് ആയിരുന്നു. ദൂരദർശൻ, ആകാശവാണി ഉൾപ്പെടെയുള്ള ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിൽ കവിതകളും മറ്റു സാഹിത്യ പരിപാടികളും അവതരിപ്പിക്കുന്നു. കടലിറങ്ങുമ്പോൾ എന്ന കവിത സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പദ്യജല മത്സരത്തിൽ സമ്മാനാർഹമായിട്ടുണ്ട്. കടലിറങ്ങുമ്പോൾ എന്ന കവിത സർവകലാശാല സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസർ എന്ന നിലയിൽ നിരവധി പുസ്തകങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. സാറിന് സ്വാഗതം. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം ചില പേരുകൾ പറഞ്ഞു. അപ്പൊ അവരൊക്കെ ടെൻഷനായി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സാറിന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയും പ്രശ്നിച്ചു പോയി. പക്ഷെ ഞാൻ സന്തോഷിപ്പിച്ച ഒരു കാര്യം, വസന്തകുമാരി ടീച്ചറുടെ എന്റെ അടുത്ത് വന്ന് പറയുകയാണ്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബിജു ബാലകൃഷ്ണൻ എന്ന പേര് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഒന്ന് നേരിൽ കാണണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് വസന്തകുമാരി ടീച്ചറുടെ വന്നു എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നിപ്പോ ഇവിടെ എത്ര ആളില്ലെങ്കിലും കുറെ ആളുകൾ ഉള്ളതായി ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ 1999 B.Ed പഠിച്ചിട്ട് നേരെ ടീച്ചിങ് പ്രാക്ടീസിന് പോയി പഠിപ്പിച്ചത് നമ്മുടെ ടീച്ചറുടെ ആ സ്കൂള് PPM HS കാരപ്പോണ്. അവിടെയാണ് എൻ്റെ ടീച്ചിങ് പ്രാക്ടീസ് 1999. ടീച്ചിങ് പ്രാക്ടീസും കഴിഞ്ഞ് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ട് MA കഴിഞ്ഞ B.Ed പോയത്. അപ്പം തന്നെ UGC പാസ്സായിരുന്നു. നേരെ ഞാൻ പോയത് ചെമ്പൂർ LMS ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഹയർ സെക്കൻഡറി എന്റെ 22 വയസ്സ് ആയേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് 14, 16, 19, 21, 22 ആയപ്പോൾ B.Ed വരെയുള്ള പഠനം പൂർത്തിയാക്കി നേരെ പോയത് ചെമ്പൂർ LMS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറിയിൽ മലയാളം അധ്യാപകനായിട്ട് ഞാൻ ഒരു 1.5 വർഷം അവിടെ ജോലി ചെയ്തു.
അത് കഴിഞ്ഞ് നേരെ ധനുവച്ചോടെ NKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നു. അവിടെ നിന്ന് പിന്നെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, മലയാളം മിഷൻ എന്നിവയുടെ പലയിടത്തും. ഏറ്റവും ഒടുവിൽ ഇപ്പോ തൃശ്ശൂർ ജില്ലയിൽ തന്നെ മലയാളം അധ്യാപകനായി കോളേജിൽ പഠിപ്പിക്കുന്നു. എന്നതിനപ്പുറം അസോമ ടീച്ചർ എന്നെ അന്വേഷിച്ച് നടന്നതെങ്കിൽ അതേ സ്ഥാപനത്തിൽ നിന്ന് മലയാളം പഠിപ്പിച്ചിറങ്ങി പോയ ഒരാളാണ് ഞാൻ എന്നതും ഏറെ ആഹ്ലാദത്തോടെ പറയുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഓണത്തെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഓരോ തരത്തിലും സംസാരിച്ചു പോകുമ്പോൾ വിജയപ്രകാശ് സാറിന്റെ പാട്ടും ഒക്കെ കേട്ട് ഈ ഭക്ഷണമൊക്കെ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മുമ്പിൽ ഞാൻ എന്ത് സംസാരിക്കണം എന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. പക്ഷെ ഈ കളത്തിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് പല നിറങ്ങളിലുള്ള കളം, പല നിറങ്ങളിലുള്ള പൂക്കളുണ്ട്. ഈ കളമാണ് മലയാളം ലോകത്തിന് കൊടുത്ത സമത്വ കളം. ഈ കളം ഒരുക്കമാണ് ഈ നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തിൽ നിന്ന് ശ്രീ നാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും അയ്യാവൈകുണ്ഠനാഥരും ചട്ടമ്പി സ്വാമികളും മിഷണറിമാരും ഒക്കെ ചെയ്ത കളം ഈ കളമാണ്. കറുപ്പും ചുവപ്പും മഞ്ഞയും പച്ചയും അതുപോലെ വെളുപ്പും എല്ലാം ചേർന്ന് ഒറ്റ കളമായി തീരുന്ന ഒരുമയുടെ ഒരു കളത്തിൽ നമ്മളിങ്ങനെ തുള്ളിക്കളിക്കുമ്പോൾ ഓണം നമുക്കെന്നു എന്തു തന്നു, ഓരാണ്ടു നീളം കിനാവു തന്നു, ഓണം നമുക്കെന്നു എന്തു തന്നു, ഓരാണ്ടു നീളും കിനാവു തന്നു, ഓർമ്മയ്ക്കൊരു ഞാല ഓടിവെള്ളം, ഓരോ ദിനവും കൊതിപ്പിണക്കം, പുത്തൻ തഴമ്പിൻ കസവു തന്നു, പത്തടിപ്പാട്ടിൻ വയമ്പു തന്നു, ഓണമാണെന്നു ചൊല്ലും ഓർമ്മയിൽ നമ്മെ പൊതിഞ്ഞു തന്നു, ഓണം നമുക്കെന്നു എന്തു തന്നു, ഓരാണ്ടു നീളും കിനാവു തന്നു. ആ കിനാവ് കാണലിൽ ഓർമ്മയ്ക്കൊരു ഞാന ഓടി വള്ളം, ഓരോ ദിനവും കൊതിപ്പിണക്കം. ഇങ്ങനെ പല പിണക്കങ്ങളിലൂടെ പലതരത്തിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓണം എന്നത് ഏറ്റവും സുന്ദരമായ ഒരു സങ്കല്പത്തിന്റെ വിശുദ്ധി നമ്മിലേക്ക് പടർത്തി തരുന്നുണ്ട്. ആ വിശുദ്ധിയാണ് എല്ലാ തരത്തിലും നമ്മളിങ്ങനെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഒക്കെ ആഘോഷിക്കുമ്പോൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നെയ്യാറ്റിൻകരയിൽ നിന്ന് വർത്തമാനം പറയുമ്പോൾ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ എല്ലാ തരത്തിലും സാഹിത്യത്തിന്റെ ഇടങ്ങളിൽ കിടക്കുന്നുണ്ട്. അപ്പുറമാണ് അരുവിപ്പുറം. ഈ അരുവിപ്പുറത്താണ് ശ്രീനാരായണ ഗുരുദേവൻ 1888 ശങ്കരൻകുഴിയിൽ നിന്ന് പതിതനായി കിടന്ന ഒരുത്തനെ എടുത്ത് ഉയർത്തി വെച്ച് ദിവ്യനാണെന്ന് ഉച്ചത്തിൽ പറഞ്ഞത്. പതിതനെ ദിവ്യനാക്കിയത് അരുവിപ്പുറം പ്രതിഷ്ഠയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആഴത്തിൽ നിന്നെടുത്ത കല്ലിനെ അവിടെ എടുത്ത് ഉയർത്തി വെക്കുമ്പോൾ എല്ലാ തരത്തിലും ഈ സമത്വത്തിന്റെ കളമൊരുക്കങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ആ അരുവിപ്പുറത്തിരുന്നാണ് കുമാരനാശാൻ ചണ്ടാലഭിക്ഷുകി എഴുതിയത്. ഓണത്തിന്റെ സങ്കല്പങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ചണ്ടാലഭിക്ഷുകി എന്ന കവിതയൊക്കെ പുതിയ കാലത്ത് നമ്മൾ കൂടുതലായി വായിച്ചു പോകുമ്പോൾ അരുവിപ്പുറത്തെത്തിയാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ മുറിയിലാണ് കുമാരനാശാൻ ഈ കവിത എഴുതാൻ സമയത്ത് താമസിച്ചിരുന്നതുണ്ട്. പക്ഷെ നോക്കുക, അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഓണസങ്കല്പങ്ങളിൽ ഈ തെക്കൻ നാടിന്റെ പാട്ടുകളിൽ നാടു കണ്ടാൽ നല്ല നാട്, നാവലകൾ പുകഴും നാട്, നാടു കണ്ടാൽ നല്ല നാട്, നാവലകൾ പുകഴും നാട്, കൊളുന്ത് പിച്ചി പൂക്കും നാട്, കൊളുന്തതങ്ങൾ വീസും നാട്, കൊളുന്ത് പിച്ചി പൂക്കും നാട്, കൊളുന്തതങ്ങൾ വീസും നാട്, മന്ദാരൈ മുല്ലൈ പിച്ചി മണം പെരുക വാഴും നാട്, മന്ദാരൈ മുല്ലൈ പിച്ചി മണം പെരുക വാഴും നാട്, കற்பുടയ പെൺകളെല്ലാം കളിപ്പറവൈ വാഴും നാട്, കற்பുടയ പെൺകളെല്ലാം കളിപ്പറവൈ വാഴും നാട്, നാടു കണ്ടാൽ നല്ല നാട്, നാവലകൾ പുകഴും നാട് എന്ന് നമ്മൾ പാടിപ്പോകുമ്പോൾ ഈ നാട്, നല്ല നാട് എന്ന് പറയുന്നത് മന്ദാരയും മുല്ലയും പിച്ചിയും ഒക്കെ ഒരേപോലെ മണം അങ്ങനെ തന്നു നിൽക്കുന്ന നാടാണ്. കറുപ്പ് ഉടയ പെൺകൾ എല്ലാം നല്ല വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികൾ നല്ല പ്രാവുകളായി ഇങ്ങനെ പാറി നടക്കുന്ന
ഒരു വലിയ തുല്യതയുടെ, അതുപോലെ തന്നെ എല്ലാ തരത്തിലുമുള്ള സമൃദ്ധിയുടെ, സൗഹൃദത്തിന്റെ ഒക്കെ കളമായി ആ പാട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ ഓണത്തെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊക്കെ ചേരുന്നതാണ്. അധ്യാപകരായ നമ്മൾ ഈ ഒരു ഇടത്തിൽ, അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മൾ പെൻഷനായി പറഞ്ഞ് അധ്യാപകർ അല്ലാതാകുന്നില്ലല്ലോ. പെൻഷൻ ആയിക്കഴിഞ്ഞാൽ അവർ സമൂഹത്തിന്റെ മുന്നിൽ മറ്റെല്ലാവരും നമുക്ക് ഈ അടുത്തോണ്ട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരാണോ എന്താണോ എന്നല്ല. പക്ഷെ അധ്യാപകർക്ക് ഒരിക്കലും ആ പേരിൽ നിന്ന് അകന്നു പോകാൻ കഴിയില്ല. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ശശി സാർ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പരിപാടിക്ക് എന്നെ വിളിച്ച് ഞാൻ അന്ന് കാലടിക്കട്ടെ പോയി. അതിന് തൊട്ട് മുമ്പിലത്തെ വർഷവും അദ്ദേഹം എന്നെ തന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്താണെന്ന് അറിയില്ല. പലപ്പോഴും ഒക്കെ ഇങ്ങനെ വിളിച്ചു പോകുമ്പോഴൊക്കെ ശശി സാറും രണ്ട് അധ്യാപക സംഘടനയിലെ പ്രമുഖർ താമസിച്ചത് ഒരു മതിലിനപ്പുറം ഇപ്പുറമാണ്. അതൊക്കെയാണ് സൗഹൃദത്തിന്റെ ചില സുന്ദരമായ നിമിഷങ്ങൾ. പി കെ രാമോഹൻ സാർ പുറത്തും അപ്പുറത്തോ ഇപ്പുറത്തുമായിട്ട് അവർ താമസിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ അധ്യാപക സംഘടനകൾക്ക് അങ്ങനെയുള്ള ചില സൗഹൃദങ്ങളും പുതിയ കാലത്ത് ആവശ്യമാണ്. പകപോക്കലുകളിലേക്കും ഒക്കെ പോകുന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഈ കളത്തിൽ എവിടെയൊക്കെയോ ചെറിയ ചെറിയ പൂക്കളുടെയൊക്കെ ഒരു ചീഞ്ഞ് അഴുകിപ്പോകാൻ നമ്മൾ കാണും. പക്ഷെ എല്ലാവരെയും ഒരുമിപ്പിച്ചു പോകുന്ന ഒരു വലിയ സൗന്ദര്യാത്മകത ഇത്തരം ഇടങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെയാണ് ഇവിടെ വന്നിറങ്ങിയത്. രാവിലെ ഇവിടെ വന്നിറങ്ങിയിട്ട് ഞാൻ ഇപ്പൊ പൊങ്ങച്ചൻ പറയുന്നതൊന്നുമല്ല. ഇത് രാവിലെ ഇവിടെ വന്നിട്ട് 9:30 മണിക്ക് ആനാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ FPC അവിടെ ഉദ്ഘാടനവും നടത്തിയിട്ട് ആ പരിപാടി കഴിഞ്ഞ് നേരെ പോയത് ധനുവച്ചപുരത്ത് അവിടെ ഒരു ഓണാഘോഷ പരിപാടി. അതും കഴിഞ്ഞിട്ട് കോട്ടക്കുളം ഞാൻ പഠിച്ച കാലത്തെ എന്റെ കൂട്ടുകാർ എന്നെയും കൂടി ആദരിക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞ് കോട്ടക്കുളം. ഞാൻ അവരോട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ജയപ്രകാശ് സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു 2 മണിക്ക് ഇവിടെ വന്നില്ലെങ്കിൽ പിന്നെ സാറ് തരില്ല. അപ്പൊ എന്തായി, ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എത്ര മണി വരെ ഉണ്ട്? 4 മണി വരെ ഉണ്ട്. അപ്പൊ എനിക്കൊരാശ്വാസമായി. ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്നു. ഈ 4 മണിക്ക് കോട്ടക്കുളത്തെത്തിയാൽ നേരെ വീണ്ടും വിശ്വഭാരതിയിൽ വരണം. കാരണം മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനായ SV വേണുഗോപാൽ നായർ സാർ 2 തവണ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വേണുഗോപാൽ സാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയ SV പുരസ്കാരം മലയാളത്തിലെ എക്കാലത്തെ മികച്ച നോവലിസ്റ്റുകളിൽ ഒരാളായ C രാധാകൃഷ്ണൻ സാറിന് എഴുത്തച്ഛ പുരസ്കാരം കിട്ടിയ മനുഷ്യൻ പൊന്നാനിയിൽ നിന്ന് ഇതാ നെയ്യാറ്റിൻകരയിൽ വന്നിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഓട്ടത്തിനിടയിൽ ഞാൻ അല്പം വൈകിപ്പോയതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. കാരണം ഒരു അധ്യാപകനാണ് ഞാൻ, വൈകാൻ പാടില്ല. പക്ഷെ ഇന്നത്തെ വൈകുന്നേരം രാവിലെ ഗുരുവായൂരിൽ നിന്ന് കോളേജിൽ നിന്ന് ഇന്നലെ കോളേജ് അടച്ച് രാത്രി വണ്ടി കയറി രാവിലെ ഇവിടെ എത്തിയേ ഉള്ളൂ. ഈ എത്തലിനിടയിലുള്ള ഓട്ടമാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ ഓട്ടത്തിൻ്റെതാണ്. പക്ഷെ ഇന്നത്തെ ഓണം കൂടി സന്തോഷം എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, ചെമ്പൂര് സ്കൂളില് 3 ബാച്ച് ഒരുമിച്ചിട്ട് എന്നോട് മലയാളം എടുക്കാൻ ഹിന്ദി ടീച്ചർ പറയും. കാരണം അന്ന് സ്റ്റെല്ല ടീച്ചർ മരിച്ചുപോയി. ആ ടീച്ചറിന് 15 കുട്ടികളെ കിട്ടണമെങ്കിൽ 3 ബാച്ച് ക്ലബ് ചെയ്യണം. അങ്ങനെ എനിക്ക് ഏതാണ്ട് ഈ 180ഓളം കുട്ടികളുണ്ട്, അല്ലെങ്കിൽ 155 ഏതാണ്ട് ബാക്കിയെല്ലാം ഞാൻ ഒറ്റ ക്ലാസ്, ഒരു നീണ്ട ക്ലാസ്സിൽ നിന്ന് ഉച്ചത്തിൽ, അന്ന് മൈക്ക് ഈ സംവിധാനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഒച്ച വെച്ചത് കൊണ്ട് തന്നെ ഇപ്പോഴും ഒച്ചയ്ക്ക് കുഴപ്പം വരുന്നില്ല. അതുകൊണ്ടും സന്തോഷം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ തുമ്പപ്പൂവേ പുത്തിരണേ നാളേക്കൊരു വട്ടിപ്പൂതരണേ, ഇങ്ങനെയൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. പവാളയെന്ന് പൂ നമുക്ക് കിട്ടുന്നുണ്ട്. കാക്കപ്പൂവേ പുത്തിരണേ നാളേക്കൊരു വട്ടിപ്പൂതരണേ, പൂവേ പൂത്തിരണേ നാളേക്കൊരു വട്ടിപ്പൂതരണേ. ഇങ്ങനെ പൂവൊക്കെ തേടിയിട്ട് വരുമ്പോ അമ്മ വിളിക്കും. അമ്മ എന്താ പറയുന്നത്? പത്തായത്തിലിറങ്ങി ഒരിത്തിരി നെല്ലെടുക്കണ്ട മോളെ. പത്തായത്തിലിറങ്ങി ഒരിത്തിരി നെല്ലെടുക്കണ്ട മോളെ, എനിക്കു വയ്യമ്മോ എലി എന്നെ കടിച്ചു തിന്നുവമ്മോ, ഒരക്കളത്തിൽ നെല്ലിനെ ഇത്തിരി ഇടിച്ചുതാ മോളെ, ഒരക്കളത്തിൽ നെല്ലിനെ ഇത്തിരി ഇടിച്ചുതാ മോളെ, എനിക്കു വയ്യമ്മോ ചെറുക്കന്മാർ ഒളിഞ്ഞു നോക്കുമമ്മോ, എനിക്കു വയ്യമ്മോ ചെറുക്കന്മാർ ഒളിഞ്ഞു നോക്കുമമ്മോ, അടുക്കളയിൽ അരിയ വേവിച്ചു വാക്കടി മോളെ, അടുക്കളയിൽ അരിയ വേവിച്ചു വാക്കടി മോളെ, എനിക്കു വയ്യമ്മോ
എനിക്ക് വയ്യമ്മോ അടുപ്പെന്നെ തുറിച്ചു നോക്കുമമ്മോ. ഈ പാപ്പന്മാര് ഇതെല്ലാം ചെയ്യും. എന്നിട്ട് അല്ലെ നമ്മുടെ പഴയ അമ്മ വിളിക്കും, ഇല തുടച്ചിട്ട് വിളമ്പി വെച്ചടി ഉണ്ണാൻ വാമോളെ, ഇല തുടച്ചിട്ട് വിളമ്പി വെച്ചടി ഉണ്ണാൻ വാമോളെ. എന്തു രുചിയമ്മോ ഇത്തിരി കൂടി വിളമ്പമ്മോ, എന്തു രുചിയമ്മോ ഇത്തിരി കൂടി വിളമ്പമ്മോ. ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ കിടക്കുന്ന ചില സമൃദ്ധിയുടെ അടയാളം. പക്ഷെ സമൃദ്ധി ഉള്ളിടത്തും സമൃദ്ധി ഇല്ലാത്തടത്തും, അതായത് ഉള്ളവനും ഇല്ലാത്തവനും ഒരുപോലെയാകുന്ന ഒരു പൊന്നിൻ തിരുവോണ ദിവസം എന്നത് ഏറ്റവും വലിയ തുല്യതയുടെ സമത്വത്തിന്റെ ആഘോഷമായി നമ്മൾ തിരിച്ചറിയുക. ഈ നെയ്യാറ്റിൻകരയിൽ ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയും അയ്യാ വൈകുണ്ഠനാഥനും ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ മറ്റ് തരത്തിൽ മിഷണറിമാരും ഒക്കെ ഈ നാട്ടുവഴിയിൽ ഒരുക്കിയിട്ട കളത്തിൽ നിന്നാണ് നമ്മൾ സഹോദരൻ അയ്യപ്പന്റെ കവിത വീണ്ടും വീണ്ടും ചൊല്ലുന്നത്. മാവേലി നാടുവാണിടും കാലം എന്ന് പറയുമ്പോൾ പഴയ തെക്കൻ പാട്ട് നമ്മളോട് പറയും, നാടു കണ്ട നല്ല നാട് നാവലകൾ പുകഴും നാട്, അല്ലെ, കൊഴുന്ത് പിച്ചി പൂക്കും നാട് കൊഴുന്ത തെன்றൽ വീസും നാട്. ഇതൊക്കെ നമ്മുടെ നാട്ടു സാഹിത്യത്തിൽ കിടക്കുകയാണ്. ഈ പാട്ടുകളെല്ലാം ചേരുന്ന ഒരുമയുടെ ഒരു ഓണക്കളത്തിൽ നമുക്ക് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് അവിടെയാണ് ജെസ്സി ഡാനിയലിന്റെ, ഞാൻ 2011 ഒരു സിനിമയുടെ തിരക്കഥ ഈ നെയ്യാറ്റിൻകര ഭാഷയിൽ ഒരുക്കി കൊടുത്തു. ആ സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. ഞാൻ 10 ആണ്ടുകാലം നെയ്യാറ്റിൻകര വഴി പ്രസംഗിച്ചു നടന്നതിന്റെ ഗുണം ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ജെസ്സി ഡാനിയലിന്റെ ഒരു പാർക്ക് ഉണ്ടായി. അഭിമാനത്തോടെ ഞാൻ പറയുന്നു, 2011 വരെ ജെസ്സി ഡാനിയൽ ആനന്ദ് നെയ്യാറ്റിൻകരക്കാർ പോലും അറിയാതെ കടന്നു. സത്യമാണ്, തമാശയൊന്നുമല്ല. 2010 ആയപ്പോ കമൽ എന്ന സംവിധായകൻ ഞാൻ അടുത്തെടുക്കാൻ പോകുന്ന സിനിമയ്ക്ക് ഒരു പ്രൊഡ്യൂസർ വേണം എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടന്നിട്ട് ഒരു തരം പ്രൊഡ്യൂസറായി വന്നില്ല. കാരണം എന്താ? നമ്മൾ മനസ്സിലാക്കുക, ഞാനല്ലേ ഈ നെയ്യാറ്റിൻകരയിലെ അഗസ്തീശ്വരത്തെയും തെങ്ങുംപരയുടെയും ഞാൻ അതങ്ങ് വിൽക്കാൻ പോകണം. എന്തല്ലോ എനിക്ക് അത്രയ്ക്ക് അങ്ങ് നിമ്മതി വരണം. ഇത് ശരിക്കും പഠിക്കാതെയും പറ്റും. പഠിച്ചോണ്ടിരിക്കുന്നതല്ലേ ഞാന്. ബാംബെ ദുണ്ടിരാജ ഗോവിന്ദ ഫാൽക്കെ ഉണ്ടാക്കിയ സിനിമ മധുരാശിയിലെ നടരാജ മുതലിയാരും മറ്റും തമിഴില് പടം എടുക്കണം. എന്നിട്ടും ഈ തിരുവിതാംകൂറിലും കൊച്ചിയിലും മാത്രം ആർക്കും പറ്റില്ല. ഇന്നക്കാലം വരെയും ഞാനല്ലേ നീ നോക്കിക്കോ, ഈ മലയാളക്കരയിൽ ആദ്യത്തെ പടം പിടുത്തക്കാരനാവും നിന്റെ ഡാനിയല്. കർത്താവ് സഹായിപ്പിച്ച് ഈ പടം പിടിക്കുന്ന അത് വരുത്ത് ചക്രചലമുള്ള ഇടപാടല്ലേ. ഈ നെയ്യാറ്റിൻകരയിലെ അഗസ്തീശ്വരത്തെയും തിരുവനന്തപുരത്തെ ഞാൻ അതങ്ങ് വിൽക്കാൻ പോകണം. ഇങ്ങനെ സംഭാഷണം എഴുതാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. കാരണം കമൽ സാറ് കൊടുങ്ങല്ലൂരുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, ജെസ്സി ഡാനിയലിന്റെ കാലത്തെ തെക്കൻ ട്രാവൻകൂറിന്റെ ഭാഷ ആ സിനിമയ്ക്ക് വേണം. അങ്ങനെ 60 ദിവസം ഞാൻ കമൽ സാറിന്റെ കൂടെ ജോലി ചെയ്തു. സാറ് എഴുതി വെച്ചു, പോകരുത് പോകരുത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതാര് അനുസരണ വേണ്ട. അങ്ങനെ പറയോ കേട്ടിങ്ങനെ, പോകരുത് പോകരുത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതാര് അനുസരണ വേണ്ട എന്ന് 1927 പറയുമോ ടീച്ചറെ പറയും. വാണ്ട വാണ്ടാന്ന് ചെല്ലിയ കേൾക്കണേ, ഒരു ചെല്ലു തന്നെ വേണ്ടേ, കഴിച്ചു വരണം. അല്ലേ, നമ്മുടെ പി കെ റോസി മലയാള സിനിമയിലെ നഷ്ടനായിക എന്ന് നമ്മൾ പറയുന്നില്ലേ. മലയാള സിനിമ ഘട്ടത്തിലാകുന്നതിന് കാരണമുണ്ട്. ഒരു പെണ്ണിന്റെ കണ്ണീരാണ് അന്ന് വീണത്. അഭിനയിച്ച സിനിമ കാണാൻ ആ പെൺകുട്ടിക്ക് ഈ കേരളത്തിൽ അവസരം കിട്ടിയോ? ക്യാപിറ്റോൾ തിയേറ്റർ കത്തിച്ചു. പി കെ റോസി ഇവിടെ നിന്ന് പ്രാണരക്ഷാർത്ഥം ഇറങ്ങി ഓടുമ്പോ ഒരു പാണ്ടി ലോറിക്കാരൻ ചവിട്ടി കൊടുത്തു. അതിലങ്ങ് ചാടിക്കേറി അവൻ രക്ഷപ്പെട്ടു പോയി. പി കെ റോസി അങ്ങനെ നഷ്ടനായികയായി. ജെസ്സി ഡാനിയലോ, നിങ്ങളെ അഗസ്തീശ്വരത്ത് പോകണം. ഒരു മനുഷ്യൻ വന്ന് ഒരു ഗേറ്റ് തുറന്നു തന്നാൽ നമുക്ക് മലയാള സിനിമയുടെ പിതാവിനെ കാണാം. ഈ നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി, ഇന്നത്തെ താലൂക്ക് ആശുപത്രിയിൽ പണ്ട് അപ്പോത്തിക്കിരി ബിഷപ്പുരനായിരുന്ന ഒരാളുടെ മകനാണ് ജെസ്സി ഡാനിയൽ. ജനിച്ചത് ഇവിടെയാണ്. നിങ്ങൾ ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ചെന്ന് എഴുതി വെച്ചിരിക്കുന്ന വായിക്കണം. അപ്പൊ അറിയാം ജെസ്സി ഡാനിയൽ ജനിച്ചത് നെയ്യാറ്റിൻകര അന്തിക്കട പള്ളിയടുത്തും ഒക്കെ. ഒരു പല്ല് ഡോക്ടറായിട്ട് കുറച്ചു കാലം സേവനമനുഷ്ഠിച്ചു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ LMS കോമ്പൗണ്ടിൽ ചെന്ന് പുസ്തകമൊക്കെ എടുത്ത് വായിക്കുമായിരുന്നു. അപ്പൊ മനുഷ്യനെ അകറ്റി നിർത്തിയിരിക്കുന്ന ആ ഒരു കളം അഴിക്കുന്നതിന് വേണ്ടി മനുഷ്യരെ തമ്മിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരു തിരക്കഥ എഴുതി. ആ തിരക്കഥയുടെ പേരാണ് വിഗതകുമാരൻ. അപ്പോഴാണ് LMS കോമ്പൗണ്ടിൽ ചെന്ന് പുസ്തകം എടുക്കുമ്പോൾ ഈ പുസ്തകം എടുത്ത ആ ഒരു ഓട്ടയിലൂടെ അപ്പുറത്തേക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അവളും പുസ്തകമൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഓരോന്നായിട്ട് എടുക്കുകയാണ്. നോക്കിയപ്പോ മോശവത്സര ശാസ്ത്രിയുടെ ആ കുടുംബത്തിലെ ഒരു പിന്മുറക്കാരിയാണ് അവൾ.
അവളോട് ഇദ്ദേഹത്തിന് ഇഷ്ടം തോന്നി. വായിക്കുന്ന പെൺകുട്ടിയുണ്ടല്ലോ, അങ്ങനെ ആ വായിക്കുന്ന പെൺകുട്ടിയെ ജീവിത സഖിയാക്കി. അങ്ങനെ അവർക്കുള്ള വസ്തു അങ്ങ് ചാണിയിലും തിരുമുറത്തിനപ്പുറത്തും ഒക്കെയുള്ള എല്ലാ വസ്തുവും കൂടി വിറ്റാണ്. ഇതാണ് ഫിലിം. ആ പടമാണ് അവിടെ വെച്ചിരിക്കുന്നത്. ജെസ്സി ഡാനിയൽ ഫിലിം ചുരുളുകൾ ഇങ്ങനെ പിടിച്ചു നിവർത്തി വെച്ചിരിക്കുന്ന പടമാണ്. ആ കഴിഞ്ഞ നഗരസഭ അവിടെ എല്ലാവരുടെയും ഒരുമയോടുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി അവിടെ പ്രതിഷ്ഠിച്ചത്. അപ്പോ ഇതാണ് ഫിലിം. സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത്. ഓ അന്ന് ക്യാപിറ്റോളിൽ കൊണ്ടുപോയി ഡാനിയൽ സിനിമ കാണിച്ചപ്പോഴും ഞാൻ ചോദിച്ചില്ലേ, ഇതിലുള്ള ആളുകൾ എങ്ങനെയാണ് അനങ്ങുന്നത് ഡാനിയലെ? അല്ലെ, ഇതിലുള്ള ആളുകൾ എങ്ങനെയാണ് അനങ്ങുന്നത് ഡാനിയലെ? അതല്ലേ ഈ സിനിമയുടെ ടെക്നിക്ക്. ലൂമിയർ പ്രദേശ് ആദ്യമായിട്ട് പാരീസിൽ സിനിമ കാണിച്ചപ്പം ട്രെയിൻ വരണ കണ്ടിട്ട് ശരിക്കുള്ള ട്രെയിനെന്ന് വിചാരിച്ച് ആളുകൾ എഴുച്ച് ഓടി പോലും. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെ ജാനറ്റ്. അതല്ലേ ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഇത് ഈ സംഭാഷണമൊക്കെ എഴുതുമ്പോൾ ആ സംഭാഷണത്തിൽ ആദ്യത്തെ സംഭാഷണമാണ് ഇതാണ് ഫിലിം. സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത്. ആ വിഷ്വലാണ് ഒരു രൂപമാക്കി ആ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിരിക്കുന്നത്. അവിടെ തന്നെ ജെസ്സി ഡാനിയൽ ഓപ്പൺ തിയേറ്റർ വന്നു. നെയ്യാറ്റിൻകരയിൽ ജനിച്ച ഒരു മനുഷ്യന് നെയ്യാറ്റിൻകര ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു സാംസ്കാരിക ഇടം എന്നതിനപ്പുറം മനുഷ്യരെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി തന്നെ കൊടുത്ത ഒരു മനുഷ്യൻ, ദ ലോസ്റ്റ് ചൈൽഡ്. ലിഖിതകുമാരൻ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട കുട്ടി. നമ്മുടെ അകത്ത് ചേർന്ന് പോയാൽ വേറൊരാൾ വന്ന് ഗേറ്റ് തുറക്കുമ്പോൾ നമ്മൾ അകത്ത് കയറി പോകണം. ഈ വസ്തു മുഴുവൻ നഷ്ടപ്പെട്ട് ശവക്കല്ലറ ഉണ്ട്. ശവക്കല്ലറയിൽ മലയാള സിനിമയുടെ പിതാവ് കിടക്കുകയാണ്. എഴുതി വെച്ചിട്ടുണ്ട് ജെസ്സി ഡാനിയൽ, ദ ഫാദർ ഓഫ് കേരള സിനിമ. അദ്ദേഹം അങ്ങനെ കിടന്നത് ഈ കളത്തിന് വേണ്ടിയാണ്. മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന സങ്കല്പം. കാക്കാരിലേക്ക് പോണേ തന്നെ വീട്ടിൽ കിടക്കപ്പുറത്തില്ല. പിന്നെ സിനിമാ കളിയൊന്നും കൂടി ചെല്ലിയ കട്ട പോയാ തീർന്നു, കഥ തീർന്നു. ഇതൊക്കെ ഒരു കാലത്തിന്റെ ചരിത്രമാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഇതെല്ലാം ചേർന്ന് പോകുന്ന ഒരു സംസ്കാരത്തിന്റെ ഇടങ്ങളിൽ നമ്മളെല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ ആശയത്തെ ഇങ്ങനെ ഒരുക്കിയിടുമ്പോൾ ഇവിടെ എല്ലാ തരത്തിലും ഓണം സുന്ദരമാവുകയാണ്. ആ ഓണത്തിനാണ് തുമ്പീവ തുമ്പക്കുടത്തിരുന്നത്തായി ഊഞ്ഞാലിട. അല്ലേ, നമ്മുടെ സാറ് നിങ്ങളൊക്കെ ഈ തൊണ്ടൽ വിട്ട് മുണ്ടച്ചക്കയൊക്കെ ഇട്ട ആളുകളല്ലേ? അപ്പൊ മുണ്ടച്ചക്ക എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് അറിഞ്ഞൂടാ അല്ലേ? തൊണ്ടൽ വിട്ട് മുണ്ടച്ചക്ക സാറേ അങ്ങനെയല്ലേ? അപ്പൊ സാറപ്പോഴൊക്കെ പാടും. ഇങ്ങനെ തൊണ്ടൽ വെട്ടി പോകുന്ന പാട്ടുകാരൻ കൂടിയായ സാറായതുകൊണ്ട് ആകാശ പൊന്നായിരത്തിൽ തൊട്ടേ വരെ അപ്പുറത്തെ അപ്പുകുട്ടണ്ണന്റെ ലാവിലെ ഇലയും കഴിച്ചുകൊണ്ടാണ് ഇപ്പുറത്തെ കണ്ടത്തിലേക്ക് വരുന്നത്. അല്ലെ, ഈ ഊഞ്ഞാൽ ആകാശങ്ങളിലേക്ക് നമ്മളിങ്ങനെ പാറിപ്പറന്ന് പോകുമ്പോൾ നമ്മൾ അനുഭവിച്ചിരുന്ന ഒരു ആനന്ദമുണ്ട്. ആനന്ദം ഒറ്റപ്പെട്ടവന്റെ കളിയല്ല, ഊഞ്ഞാലാട്ടവും ഒരുമയുടെ കളിയാണ്. അതുപോലെ തന്നെ ഓരോ കളിയും ഒറ്റയ്ക്കിരുന്ന് കളിക്കാനുള്ളതല്ല, ഒരുമിച്ച് കളിക്കാനുള്ള കളികളിലൂടെ തന്നെ നമ്മൾ ഒരുമയുടെ പാഠങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പുതിയ കാലത്ത് ഒറ്റ കളികൾ വരുമ്പോ അച്ഛനെയും അമ്മയൊന്നും പിള്ളേർക്ക് വേണ്ട. ഒരു കളിയിലൂടെ നമ്മുടെ മനസ്സുകൾ ചേരുന്നുവെങ്കിൽ കളിയില്ലായ്മകളിൽ മനസ്സുകൾ അകലുന്നുണ്ട്. അതൊക്കെയാണെന്ന് നമ്മൾ കണ്ടില്ലേ? ടീച്ചറിനെ 27 കുത്താണ് കുത്തിയത്. കുട്ടികളെ പണം നേടാൻ കവർച്ച നടത്താൻ ശ്രമിച്ചു. കവർച്ച ടീച്ചറിന്റെ ഇതൊന്നും എന്തെല്ലാം വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അല്ലെ? അപ്പൂപ്പനെ കൊട്ടേഷനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടീച്ചറുടെ അച്ഛൻ സാറ് എന്റെ അച്ഛന്റെ സാറല്ലേ? എന്റെ അച്ഛൻ ദീർഘകാലം 65 വർഷമായി അധ്യാപനം. ഇപ്പോഴും ഗവൺമെന്റ് സർവീസ് പാലക്കാടായിരുന്നു, പെൻഷനായി വന്നു. നമ്മുടെ മുൻ മന്ത്രി VS CK എല്ലാം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളാണ്. പക്ഷെ അച്ഛന്റെ സാറാണ് വിശ്വനാഥ്. എന്റെ അച്ഛന്റെ സാറാണ്. നാരായണ സാറ് എന്നോട് വലിയ സ്നേഹമാണ്. പിന്നെ സാർ മരിച്ചപ്പോ അച്ഛൻ കയ്യിൽ അച്ഛനും പോയി, അമ്മ വന്നു. അതെ. അപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു ഗുരുത്വം കൂടെ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടും വലിയ സന്തോഷം എന്ന് പറയുന്നത് സാറ് 2 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി ഈ ഓണ കവിതകളിലേക്കൊന്നും പോകുന്നില്ല. എന്റെ കവിതയിലേക്കും എന്റെ കവിതയിലെ 8 വരി ചൊല്ലാം. യൂട്യൂബിൽ ബിജു ബാലകൃഷ്ണൻ കവിതകൾ നടിച്ച കുറെ കവിതകൾ നിങ്ങളെ ചൊല്ലി ബുദ്ധിമുട്ടിക്കുന്നില്ല.
എങ്കിലും ഞാൻ ഏറ്റവും ഒടുവിൽ എഴുതിയ കവിതകളിലൊന്ന് കടമ്പൻ മൂത്താനാണ്. ഞാൻ 2010 വിദ്യാഭ്യാസ വകുപ്പിൽ ആളുകൾ ഇരിക്കുന്നതുകൊണ്ടാണ് 2010 എന്റെ കവിത വലിയ കുട്ടിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പദ്യം ചൊല്ലിൽ 1ാം സ്ഥാനം കിട്ടി. ധനോജോര ഗവൺമെന്റ് ഗേൾസിലെ ഒരു കുട്ടിയാണ്. 2010 ആ കവിത സമ്മാനാർഹമായി എങ്കിൽ 1999 ഞാൻ ആ കവിത എഴുതുന്നത്. കടൽ ഇരമ്പുമ്പോൾ എന്നാണ്. ആ കവിത പിന്നീട് ഡിഗ്രി സിലബസിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പോഴും ചില സർവകലാശാല സിലബസുകളിൽ കടൽ ഇരമ്പുമ്പോൾ എന്ന കവിത പഠിക്കാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എഴുതിയ കടമ്പൻ മൂത്താനി തെക്കൻ നാടിന്റെ ഭാഷയും താളവും ഒക്കെ ഉണ്ട്. കടമ്പകളെ കടത്തിവിടുന്ന മൂത്താന്മാരാണ് നിങ്ങൾ എല്ലാവരും. കുട്ടികളെ ഇങ്ങനെ കടമ്പയിൽ ഇങ്ങോട്ട് കടക്കാൻ പറ്റാതിരിക്കുമ്പോൾ തട്ടിവിടുന്നവർ. പക്ഷെ നിങ്ങൾ മാത്രമല്ല, പാടത്ത് പണിയെടുക്കുന്നവർ നമ്മളെ കൂടി തട്ടിവിടുകയാണ്. നമ്മൾ തട്ടിവിടുന്നതുകൊണ്ട് അല്ലെ, നമ്മൾ തട്ടിവിടുന്നില്ല സാർ, അവരവിടെ കിടന്ന് തട്ടുകയാണ്. അപ്പൊ ഇതെല്ലാം ചേർത്തുകൊണ്ട് സംഘം സാഹിത്യത്തിൽ കടമ്പൻ എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സംഘം ഇലക്കിയത്തിലുണ്ട്. അത് കർഷകനായി മറ്റുള്ളവരെ ഊട്ടുന്നവനായിട്ടൊക്കെ ഉണ്ട്. ആ ഒരു ത്രെഡ് എടുത്താണ് ഞാൻ ഈ കവിത എഴുതിയത്, കടമ്പൻ മൂത്തൻ. അപ്പൊ അതിനെ കുറച്ച് വെച്ച് കുരുത്തോല പന്തലിട്ട് കവുങ്ങിൽ പറണേറി നിന്ന് കരുത്തിൻ തിരു കപ്പു കെട്ടി കടമ്പൻ മൂത്താൻ വരുന്നേ. കുരുത്തോല പന്തലിട്ട് കവുങ്ങിൽ പറണേറി നിന്ന് കരുത്തിൻ തിരു കപ്പു കെട്ടി കടമ്പൻ മൂത്താൻ വരുന്നേ. കുരുതിച്ചൻ ചോര ചിറ്റി പെരുമാനെ കൺ തുറന്ന് വറുതിച്ചന്തിക്കനലിൽ പെരുങ്കോലം പെയ്തുറന്നേ. പനം പട്ട ഒന്നു വെട്ടി കെട്ടിവച്ച കോലം കമ്പേറൊഴിയാൻ വൈക്കോൽ തുറുക്കെട്ടിയ കാലം. കടമ്പൻ ചതുക്കി കൊതുമ്പ് പന്തങ്ങൾ. കടമ്പൻ ചതുക്കി കൊതുമ്പ് പന്തങ്ങൾ. ചാഴിയേടിയനെ കരിച്ച നാഞ്ചിലാട്ടങ്ങൾ. കൊട്ടുചെങ്കി കുഴകടും തുടി കുറവ അരിയോലി. കൊട്ടുചെങ്കി കുഴകടും തുടി കുറവ അരിയോലി. തോറ്റവേറ്റുകതിൽ കനത്ത കടമ്പനാട്ടങ്ങൾ. കൊഴുനടത്തി മരമടിച്ചു മറിച്ച ഞാറ്റടിയിൽ കുറ്റിഭൂമി അറിഞ്ഞു തള്ളിയതെത്ര നാഴികകൾ. ക്ലാഞ്ഞിക്കൊണ്ട് ചാണകം തൂത്തറക്കി കോമാളി കോരി മാറ്റി തറയോണക്കി. മാടിന്റെ മൂവാര മുറുക്കി കെട്ടി വക്കാണി കറക്കി ആമണിയിൽ തട്ടി. പുല്ലുട്ടി നിറച്ചങ്ങ് ഓരോ വിട്ടേ. ഒരു പിടി കച്ചിയും അതിന്മേലിട്ടേ. മരവിയിൽ പഴുത്തിക്കുരുക്കൊരാനിട്ടേ. പുണ്ണാക്ക് വെള്ളത്തി കലക്കി വച്ചേ. പുന്നല് അവിക്കാനായി എടുത്തു വച്ചേ. വേമ്പായിൽ പുഴുക്കോല ചെക്കിയിട്ടേ. എളമ്പാലത്തേക്കുള്ളത് എടുത്തും കൊണ്ടേ. എളമ്പാലത്തേക്കുള്ളത് എടുത്തും കൊണ്ടേ. ഒഴവ് മാടിനെ രണ്ടും പിടിച്ചും കൊണ്ടേ. നേരം പരപര വെളുത്തപ്പോഴേ ഏലായിലേക്കിറങ്ങി കടമ്പൻ മൂത്താൻ. ഇനി അങ്ങോട്ട് നീണ്ടൊരു കവിതയാണ്. ഈ കടമ്പൻ മൂത്താന്മാരാണ് ഈ ഓണക്കളങ്ങളിൽ ഇത്രയും സുന്ദരമായ
സദ്യ ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ കടമ്പൻ മൂത്താന്മാരാണ് ഇത്തരം പൂക്കൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കടമ്പൻ മൂത്താനെയാണ് നമ്മൾ മാവേലി സങ്കല്പത്തിൽ കാണുന്നത്. എന്തുകൊണ്ടും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ വരാൻ കഴിഞ്ഞതിന്റെ സന്തോഷം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കവിതയുണ്ടെങ്കിൽ 4 പേര് ചൊല്ലി ഞാൻ നിർത്താം. ഇഷ്ടമുള്ള ഒരു കവിതയുടെ പേര് പറയുക. ഇളം പകലത്തേക്ക് എന്നതിന് പണ്ട് ഇപ്പൊ ബ്രഞ്ച് വന്നില്ലേ, ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഇടയ്ക്ക് പണ്ട് മരിച്ചിട്ടുണ്ടാവും മുളകും ഒക്കെ കൂടി ഇടിച്ചു കൊടുത്തേക്ക്. ഇളം പകലത്തേക്ക് എന്നത് നമ്മുടെ നാട്ടിലേക്ക്, എന്റെ നാട്ടില് കാരണമൊക്കെ ഇളംപാലത്തേക്കുള്ളത്. ഇളംപാലത്തേക്കുള്ളത് എടുത്തും കൊണ്ടേ ഉഴവ് മാടിനെ രണ്ടും പിടിച്ചും കൊണ്ടേ നേരം പരപര വെളുത്തപ്പോഴേ ഏലായിലേക്കിറങ്ങി കടമ്പൻ മൂത്താൻ. ഈ കവിത ഞാൻ എഴുതുമ്പോ എന്റെ നാട്ടുജീവിതവും എന്റെ വീട്ടുജീവിതവും അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. മാടിന്റെ മൂവാല മുറുക്കിക്കെട്ടി, മൂവാലെന്ന് പിള്ളേർക്കറിയില്ല,